കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ മനസ്സിലായോ? എന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം വിജയത്തിലേക്ക് എത്താറായി. അമാനുഷിക ശക്തിയുള്ള എന്നെ ഒരു ശക്തിക്കും തടയാനാവില്ല. പക്ഷെ ഒരു കാര്യം, എന്റെ ഈ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. മറ്റൊരാളിലേക്ക് നിങ്ങൾ ഇത് കൈമാറിയാൽ പഴയ ശേഖരന്റെ പ്രതികരണമായിരിക്കില്ല. രണ്ടിനെ ഞാൻ ജീവനോടെ കത്തിക്കും. സമയമായി മൃത്യുലേഖ. നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വൈകണ്ട, ബാലികയെ നിന്റെ നേത്രാഗ്നിയിൽ ഹോമിക്കൂ. ശേഖര, വെൽക്കം മിസ്റ്റർ മഹാദേവൻ. എനിക്കറിയാമായിരുന്നു താൻ ഇന്ന് ഇവിടെ വരുമെന്ന്. എന്തായാലും നല്ല സമയത്താ താൻ വന്നത്. ജോയിൻ മീ ഫോർ എ ഡ്രിങ്ക്. എവിടെ എന്റെ കുഞ്ഞെവിടെ? നിന്റെ കുഞ്ഞ്, ഷീസ് പ്രഷ്യസ്. നിനക്ക് മാത്രമല്ല എനിക്കും. സീ ദേവൻ, നിന്റെ കുഞ്ഞ് സേഫായിട്ട് ഇവിടെ ഉണ്ട്. അത് നല്ല ഉറക്കത്തിലാണ്. ഒരു കുഴപ്പവുമില്ല അവൾക്ക്. എവിടെയവള്? എനിക്കെന്റെ കുഞ്ഞിനെ ഇപ്പൊ ഈ നിമിഷം കാണണം. ഡോണ്ട് വറി മാൻ, അവൾ നല്ല ഉറക്കത്തിലാണ്. എനിവേ, അച്ഛൻ ആവശ്യപ്പെട്ടാൽ കുഞ്ഞിനെ കാണിച്ചല്ലേ പറ്റൂ. കം വിത്ത് മീ. വരൂ. എവിടെ എവിടെ എന്റെ മോള്? ഇവിടെ, ഈ ചിതയിൽ. ഇവിടെയാണ് നിന്റെ മകൾ എരിഞ്ഞടങ്ങിയ സ്ഥലം. ശ്രീകുട്ടി, നൂറ്റാണ്ടുകളായി എന്നെ ദുരാത്മാക്കളുടെ ഇടയിൽ തളച്ചിട്ടിരുന്നതിനൊരു കാരണമുണ്ട്. നിന്റെ തറവാട്ടിലെ പരദേവതയുടെ മൂക്കൂത്തി. അതായിരുന്നു എന്റെ ആ മരത്വത്തിലേക്കുള്ള വഴി. അതിന്റെ അവകാശിയായിരുന്നു നിന്റെ ഈ ഇളയ പുത്രി. പാവം കുട്ടി, ഞാൻ അവളെ ഭക്തിയിൽ ഹോമിച്ചു. അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടും. കണ്ടില്ലേ, ഈ മാന്ത്രിക മൂക്കുത്തിയുടെ അവകാശം എനിക്ക് തന്നിട്ടാണ് അവൾ പോയത്. ഞാൻ കൈവരിച്ച ഈ സിദ്ധിയിൽ നിനക്കും നിന്റെ മകൾക്കും അഭിമാനിക്കാം മഹാദേവ. നീ ഇനി ജീവിക്കില്ലടാ, കൊല്ലുന്നു ഞാൻ.
മോളെ മോളെ ശിക്കുട്ടി. എങ്ങനെ പറയണമെന്നോ എവിടെ തുടങ്ങണമെന്നോ എനിക്കറിയില്ല. ഞാനും കൺഫ്യൂഷനില്ല. എന്തൊക്കെയോ പറയാൻ എനിക്കും ബാക്കിയുണ്ട്. പക്ഷേ സാരമില്ല, ദേവേട്ടൻ പറഞ്ഞോളൂ. അടുക്കും ചിട്ടയോടും പറയാൻ ഇത് എഴുതി തയ്യാറാക്കിയ കഥയൊന്നുമല്ലല്ലോ. നമ്മുടെ ജീവിതം പോലെ തന്നെ ചിന്നിയും ചിതറിയും കിടക്കുന്ന കാര്യങ്ങളല്ലേ. പ്രവീണ, കുറെ കാലം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞവരാ. സൗഹൃദത്തിലും പ്രണയത്തിലും ജീവിതത്തിലും ഒരുമിച്ച് കഴിയണമെന്ന് ആഗ്രഹിച്ചവരാ. ജയിലിൽ വന്ന് നീ കാര്യങ്ങൾ തുറന്നു പറയുന്നിടം വരെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ പ്രണയത്തിന് ഇങ്ങനൊരു തുടർച്ച, ഒരു രക്തബന്ധത്തിന്റെ അവകാശം ഉണ്ടായിരിക്കുന്ന ഞാൻ അറിഞ്ഞതേയില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നു. അതിന് ദേവേട്ടന് മാത്രമായിട്ട് ഞാൻ പഴി പറയുന്നില്ല. തെറ്റ് എന്റെ ഭാഗത്തുണ്ട്. സ്നേഹിച്ച പുരുഷൻ ഒരു ആപത്ത് കാലത്ത് കൂടെയില്ലാന്ന് കണ്ടപ്പോ എനിക്ക് അയാളോട് പകയ മനസ്സിൽ തോന്നിയത്. അയാളുടെ സഹായം ഇല്ലാതെ തന്നെ എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്നുള്ള വാശിയായിരുന്നു എനിക്ക്. ഒരു പരിധിവരെ ഞാനതിൽ വിജയിച്ചു എന്നും പറയാം. പക്ഷേ ഞാൻ പരാജയപ്പെട്ട അച്ഛന്. ഭാര്യ, മക്കൾ, ഭൂമിയിൽ മറ്റാരെക്കാളും എല്ലാവിധ സുഖസൗകര്യങ്ങളും കൂടിയിട്ട് അവർ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു പരിധിവരെ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്തു. പക്ഷേ പണത്തിന് പിന്നാലെയുള്ള എന്റെ ഓട്ടം ഒടുവിൽ എന്റെ കാലിടറി. പണത്തിന് മീതെ ഒന്നുമില്ലെന്ന് വിശ്വസിച്ചിരുന്ന ആളാ ഞാൻ. പക്ഷേ പണം ഒന്നുമല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ തിരിച്ചറിവ എന്നെ ഇപ്പം ദേവേട്ടന്റെ മുൻപിൽ ഇങ്ങനൊരവസ്ഥയിൽ നിർത്തിയത്. എന്റെ ബിസിനസിന് വേണ്ടിയിട്ട് നിന്നെ സ്നേഹം കാണിച്ച് കബളിപ്പിച്ചവനാ ഞാൻ. അക്കാര്യത്തില് ഞാനും തുല്യ പങ്കാളിയായിരുന്നല്ലോ. ദേവേട്ടനെ സഹായിക്കാനായിരുന്നില്ല ഞാൻ ദേവേട്ടന്റെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്തതും ഇൻവെസ്റ്റ് ചെയ്തതും. വർഷങ്ങൾക്ക് മുൻപ് എന്നെ ചതിച്ചിട്ട് പോയ മനുഷ്യനെ വേരോടെ പൊളിച്ചെടുക്കാൻ അങ്ങനെ ഒരു ബുദ്ധി പറഞ്ഞു തന്നത് ഞാൻ വിശ്വസിച്ച ശേഖരൻ തമ്പിയായിരുന്നു. അതേ ശേഖരൻ തമ്പി തന്നെയാ എന്റെ ജീവിതം നിന്റെ ജീവിതവും തകർത്തത്. യെസ്, അതെനിക്ക് വൈകിയ മനസ്സിലായത്. പേടിക്കണ്ട, ഇനി അയാളെ കൊണ്ടുള്ള ഉപദ്രവം നിനക്കും എനിക്കും ഉണ്ടാവില്ല. ശേഖരൻ തമ്പി എന്ന മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇല്ല.